ഇന്ന് നമുക്ക് സർവീസിന് വന്നത് ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ആണ് കേട്ടോ. ഇത് പ്രത്യേകിച്ച് കംപ്ലൈന്റ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രം വന്നതാണ്. ഏകദേശം ഒരു 5 മന്ത് 6 മന്ത് ഒക്കെ ആകുമ്പോൾ ലാപ്ടോപ്പ് ഒന്ന് സർവീസ് സെന്ററിൽ കൊണ്ടുപോയിട്ട് ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യുന്നതൊക്കെ നന്നായിരിക്കും കേട്ടോ. ലാപ്ടോപ്പിന്റെ ലൈഫ് അത്രയും ബാക്കപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ലാപ്ടോപ്പിലെ ഹീറ്റ് സിങ് ഒക്കെ അയച്ച് മാറ്റിട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡസ്റ്റ് അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഹീറ്റ് സിങ്ങിലെ തെർമൽ പാഡ് ആൻഡ് തെർമൽ പേസ്റ്റ് കേട്ടോ. ഏകദേശം ഇതിലുള്ളതൊക്കെ ഉറുമ്പുകൾ തിന്നു പോയിട്ടുണ്ട് കേട്ടോ. ബാക്കി മിച്ചം വന്നതെല്ലാം ഇവർ കൊണ്ടുപോയി ഓരോ ഐസിയുടെയും കപ്പാസിറ്ററുടെയും ഒക്കെ അടുത്ത് കൊണ്ടുപോയിട്ട് സ്റ്റോറേജ് ആയി കൊണ്ടുവെക്കും. ഇത് കണ്ടില്ലേ, CPU-യുടെ പവർ സെക്ഷനിലൊക്കെയാണ് ഇതുപോലെ സ്റ്റോർ ആക്കി വെക്കുന്നത്. ഇതൊരു ലിക്വിഡ് കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഐസികൾ ഷോർട്ട് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതുമൂലം CPU, ഗ്രാഫിക്സ് ഇതെല്ലാം അടിച്ചു പോവാനും ചാൻസ് ഉണ്ട്. അങ്ങനെ ഇതെല്ലാം ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തു. മാത്രമല്ല കുറച്ച് ടിന്നറൊക്കെ ഉപയോഗിച്ച് ഇത് ക്ലീൻ ചെയ്തു. അങ്ങനെ ഹീറ്റ് സിങ്ങിലെ ഈ ഒരു കൂളിംഗ് ഫാൻ ഒന്ന് ജസ്റ്റ് അയച്ചു നോക്കിട്ടോ. ഇതിന്റെ അകത്ത് കംപ്ലീറ്റ് ഡസ്റ്റ് ഒക്കെ അടിഞ്ഞുകൂടി അവിടെ ബ്ലോക്ക് ആയി കിടക്കുകയാണ് കേട്ടോ. ഇതിൽ ഒരു എയർ ഫ്ലോ പോലും ഉണ്ടാവില്ല. ഇതുമൂലം ലാപ്ടോപ്പ് ഓവർ ഹീറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ഓവർ ഹീറ്റ് മൂലം ഇതിലെ മെയിൻ ആയിട്ടുള്ള ചിപ്സെറ്റുകൾ, വീക്കോർ സെക്ഷൻ ഇതെല്ലാം അടിച്ചു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതിന്റെ CPU-ന്റെ ഹെഡിലൊക്കെ പുതിയ തെർമൽ പേസ്റ്റ് എല്ലാം ആഡ് ചെയ്തിട്ടോ. ഈ ഒരു വർക്കിന് നമ്മൾ 300 രൂപയാണ് കേട്ടോ ചാർജ് ഈടാക്കിയത്. അപ്പോൾ നിങ്ങളുടെ ലാപ്ടോപ്പും ഇതുപോലെ ക്ലീൻ ആക്കാൻ ഒരുപാട് സമയം വൈകിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ക്ലീൻ ആക്കുന്നത് നന്നായിരിക്കും.